Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായോഗിക ജീവിതം എങ്ങനെ വിജയകരമായിട്ട് നയിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് വിവിധ മേഖലകളെക്കുറിച്ച് ഈ എപ്പിസോഡിൽ നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാം. ഇന്നത്തെ ഈ പരിപാടി തിരുവല്ല മാർത്തോമ കോളേജിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത്. നമ്മെ സഹായിപ്പാനായിട്ട് തിരുവല്ല മാർത്തോമ കോളേജിലെ അധ്യാപകരായിട്ട് പലരും വന്നിട്ടുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ കോശി ജോൺ, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി, മാർത്തോമ കോളേജ്. പ്രൊഫസർ സൂസൻ മാത്യു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, മാർത്തോമ കോളേജ്. പ്രൊഫസർ റോയ് ഫിലിപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം, മാർത്തോമ കോളേജ്. റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ്, മാർത്തോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, എറണാകുളം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവല്ല മാർത്തോമ കോളേജിലെ വിദ്യാർത്ഥികളാണ്. വളരെ സന്തോഷത്തോടുകൂടെ തിരുവല്ല മാർത്തോമ കോളേജ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറ്റുന്നത്? അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് വരികിലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പകച്ചു പോകുന്നു. നമുക്ക് എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ആ ക്വാളിഫിക്കേഷനുള്ള ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും വിലയിരുത്തി. കംഫർട്ട് സോണിൽ നിന്നുള്ളൊരു പുറത്തിയാട്ടം, അതാണ് നമ്മൾ പറയുന്നത്. പ്രതിസന്ധികളെയും സാഹചര്യങ്ങളെയും നേരിടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ യൂത്തിനുള്ളത്. ഞാൻ വിചാരിക്കുന്നത് കുട്ടികൾ പറഞ്ഞതിൽ വളരെ വാസ്തവമുണ്ട്. നമ്മൾ ഒരു അക്കാഡമിക് ലേണിംഗ് എപ്പോഴും തിയറിറ്റിക്കലാണ്. അങ്ങനെ ആകാതെ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് ആക്കിയാൽ വളരെ നന്നായിരിക്കും. ഇവിടെ നിങ്ങൾ A+ മാർക്ക് മേടിച്ച് ജയിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, അഭിമാനകരമായ ഒരു നേട്ടമാണ്. എന്നാൽ ജീവിതത്തിൽ ഒരു E ഗ്രേഡ് മേടിച്ച് തോറ്റു പോവുകയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ A+ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ പാരൻസ്, എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അനുവാദമില്ല എന്നല്ല, എൻ്റേതായുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം എനിക്ക് എൻ്റെ പാരൻസ് തന്നേ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ ചില പാരൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അക്കാഡമിക് കാര്യം പോട്ടെ, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ അംബിഷൻസ് ഉണ്ട്. പലപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്കോ എൻ്റെ ലക്ഷ്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല എൻ്റെ പാരൻസ് നിൽക്കുന്നത്. അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ വളർത്തിക്കൊണ്ടുവരിക. അപ്പം അതൊരു ശരിയായ നടപടിയല്ല. അത് പാരൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള എന്നോട് ചെയ്യുന്ന വലിയ ക്രൂരതയായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പം ഇപ്പം എൻ്റെ മകൻ ഒന്നും സംഭവിക്കരുതെന്ന് കരുതി എന്നെ മണ്ണിൽ ഇറക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമുക്കറിയാം, പൂമ്പാറ്റയുടെ കഥ നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ സ്വയം അതിനെ പൊട്ടിച്ച് അതിനെ വിളർത്തി വിട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചത്തു വീഴും. അപ്പോൾ ഇത് പാരൻസ് അതാണ് ചെയ്യുന്നത്. ഞാൻ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പോൾ അത് എന്നെ ദോഷമായി. ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്താതെ, അല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നിശ്ചയിക്കാതെ ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ പ്രാപ്തിയാകുമ്പോൾ അതിനുള്ള അനുവാദം അവർ തരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഞങ്ങൾ വളരും. ഈ കുഞ്ഞുങ്ങൾ ടീനേജ് പ്രായമാകുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങും. അവരുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങുമ്പോൾ അവരുടെ വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വാക്കുകൾക്ക് ഒരു വില കൊടുക്കുക, തീരുമാനമെടുക്കാൻ അവരെ കൂടെ അനുവദിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ മാതാപിതാക്കൾ പറയും, അവൻ ആദ്യ പ്രസംഗിയായി,
അവൻ പറഞ്ഞാ കേൾക്കാത്തവനായി കുട്ടിയാണെന്നാണ് പറയുന്നത്. അവൻ ഇപ്പോഴും കുട്ടിയാ, നീ വെറും കുട്ടിയാ. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 18 വയസ്സാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തീരുമാനം എടുക്കാനും മാതാപിതാക്കൾ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞാൽ പാരന്റ്സിനോട് ദേഷ്യമാണ് തോന്നുക. കാരണം അത് പിന്നെ ആ ആളുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ഏജ് ഹോമിലേക്ക് മാതാപിതാക്കൾ തള്ളപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഇതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം എൻ്റെ രീതിയിലേക്ക് എന്നെ വിട്ടില്ല. കാരണം അത് മോശമായ രീതിയിലേക്ക് എനിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു തെറ്റായ പാതയിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാം. അപ്പോൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമായി ഇദ്ദേഹം പറയുന്നത്. അതായത് ഞങ്ങൾക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും തിരഞ്ഞെടുക്കുവാനും ഒക്കെ പ്രാപ്തി ഉണ്ടാകുമ്പോൾ അത് സ്വയം ചെയ്യുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ ഞങ്ങളെ കൂടി ഒന്ന് സഹായിക്കണം, ഞങ്ങളെ അനുവദിക്കണം. അങ്ങനെയാണെന്ന് വരികിൽ കൂടുതൽ വളർച്ച ഞങ്ങൾക്കുണ്ടാകും. അമിതമായ അവരുടെ കൺസേണിൻ്റെ ഫലമായിട്ട് പലപ്പോഴും നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി വെളിയിലോട്ട് വരുവാൻ സാധിക്കാതെ അതങ്ങ് കരിഞ്ഞു പോകും. അല്ലേ? ഇതാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ? അടിച്ചമർത്തുക എന്നുള്ളത്. ഓക്കെ ഓക്കെ യെസ്. അതായത് ഇപ്പോൾ ഇവിടെ പലരും പറയുകയുണ്ടായി മാതാപിതാക്കൾ ഓവർ കെയറിങ് ആണെന്ന്. അതിന് കാരണം മറ്റൊന്നുമല്ല, സംസാര വൈകല്യമാണ്. അതായത് മാതാപിതാക്കളോട് സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം ആലോചിച്ച് നോക്കണം, നമുക്ക് മാതാപിതാക്കളോട് പറയാത്ത എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്നുള്ളത്. അതെല്ലാവരും ആലോചിക്കണം. അപ്പോൾ ഞാൻ ഈയിടയ്ക്കല്ല, കഴിഞ്ഞ 2014 തോന്നുന്നു, BS വാര്യർ മലയാള മനോരമയിൽ എഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു 14 കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിക്ക് ഒരു എഴുത്തുകാരി ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മാതാപിതാക്കൾ ഒരു എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് IIT കൊണ്ട് ചേർത്തു. IIT എൻട്രൻസ് എഴുതിപ്പിക്കാനൊക്കെ ഒരുപാട് ടോർച്ചർ ചെയ്തു. അപ്പം ആ കുട്ടി ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ ആത്മഹത്യ ഒഴിവായിരുന്നേ. പക്ഷേ സംസാരിക്കുന്നില്ല. അതായത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അധ്യാപകരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. സാറേ, ഇവർ പറയുന്നത് മാതാപിതാക്കളോട് മാത്രമല്ല അധ്യാപകരുമായിട്ട് ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാ. സാർ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സമൂഹത്തിന് ആകെ ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ അമിതമായ ഈ സമയം ചെലവഴിച്ചിട്ട് ബാക്കി സംസാരിക്കേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ അധ്യാപകർ പോലും അതിൻ്റെ ഒരു ഭാഗമായി ഒരുപക്ഷെ സ്റ്റുഡൻസുമായിട്ട് വേണ്ട തരത്തിൽ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നോ എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണ്. അപ്പോൾ വീട്ടിൽ ഈ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അവരൊരു റൂമിലേക്ക് കയറുന്നു, അല്ലെ അവരവരുടെ ഒരു സ്വകാര്യതയിലേക്ക് കയറി അവർ ഈ തൊട്ടും പറിച്ചും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മാതാപിതാക്കളോട് യഥാർത്ഥത്തിൽ സംസാരിക്കാനോ അന്ന് കോളേജിൽ നടന്ന കാര്യമോ അല്ലെങ്കിൽ റോഡിൽ വെച്ച് സംഭവിച്ചോ ഒക്കെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് മാറ്റം ഇന്ന് സംഭവിച്ചിട്ടില്ല. ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പോൾ അവരെ തന്നെ ഈൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളതിന് സന്നദ്ധനാണ്. അവർ എത്ര സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെങ്കിലും നമ്മൾ അതിന് അവരുടെ കൂടെ ഉണ്ടാവും. കാരണം അവരുടെ പ്രശ്നങ്ങൾക്ക് നല്ല ശതമാനം പ്രതിസന്ധിക്കും പരിഹാരം അധ്യാപകർക്ക് ചെയ്യാൻ പറ്റും. ഒരു നല്ല റിലേഷൻഷിപ്പ് സ്റ്റുഡൻസ് അധ്യാപകർ നല്ല ലിസണർ ആയിരുന്നാൽ ഒരു പരിധി വരെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചർ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. നമ്മുടെ കോളേജിലും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഇപ്പം മെന്ററിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം എവറി സ്റ്റുഡന്റ് ഇസ് അസൈൻഡ് എ മെന്റർ. അപ്പോൾ ഹി ഓർ ഷീ ക്യാൻ ഗോ ഫ്രീലി സ്പീക്ക് ടു ദ മെന്റർ. നമ്മുടെ കോളേജിൽ ഒരു കോളേജ് കൗൺസിലർ ഉണ്ട്. അവർക്ക് ഓപ്പൺ ആയിട്ട് അവരുടെ പ്രോബ്ലംസ് പറയാനും എല്ലാം ഉള്ളൊരു ഇത് നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പലരും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇപ്പം മീഡിയയുടെയും ഈ വാട്സാപ്പിങ്ങിന്റെ ഒക്കെ ഏജ് ആയതുകൊണ്ട് മേ ബി ദേ ഡോണ്ട് ടേക്ക് ടൈം ടു ഡു ഇറ്റ്. രണ്ടാമത് ഒരു കാര്യം കൂടെ, അവിടെ മോൻ പറഞ്ഞു യൂത്തിന്റെ പാർട്ടിസിപ്പേഷൻ, യൂത്തിന്റെ എനർജി. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഈ യൂത്ത് പിള്ളേരെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവർ ചങ്ക് പറിച്ച് അത് ചെയ്യും. വളരെ നല്ല കുട്ടികളാണ്. ആക്ച്വലി ദ ബെസ്റ്റ് ഏജ് ആണ്. പക്ഷെ ദ പ്രോബ്ലം ഈസ് അവരുടെ ആ ഒരു എനർജി, അവരുടെ ഒരു ആത്മാർത്ഥത നമ്മൾ റൈറ്റ് ഡയറക്ഷനിൽ. അപ്പൊ ഈ മീഡിയയിൽ നിന്നൊക്കെയുള്ള അവരുടെ അറ്റൻഷൻ ഒന്ന് ഫോക്കസ് ചെയ്ത് നല്ല കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു ക്ലബിന്റെ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഇവരെ ഏൽപ്പിച്ചാൽ ഇവര് അവരുടെ എനർജിയും അവരുടെ സമയം രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് വേണേൽ അവരത് ഭംഗിയാക്കി തരും. അവർക്ക് അതിനുള്ള കഴിവും എനർജിയും ടൈമും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് അവരുടെ കഴിവുകളൊക്കെ ചാനലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോളേജുകളിലൊക്കെ ഉണ്ട്. അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ അത് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. പൊതുവിലൊരു ധാരണയുണ്ട്, ഈ ജനറേഷൻ വളരെ അപകടകാരികളായിട്ടുള്ള കുറച്ച് കുട്ടികളാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ്. എൻ്റെ ഒരു നോട്ടത്തിൽ ഞാനിപ്പോൾ 25 വർഷത്തോളം ഈ വർഷം ഒരു മാസം കൂടെ കഴിയുമ്പോൾ പൂർത്തീകരിക്കുക. ഇപ്പോൾ വരുന്ന തലമുറ പഴയ തലമുറയേക്കാൾ ഒരു പടി കൂടെ നല്ല കുട്ടികളാണ്, ബെറ്ററാണ്. പക്ഷെ അവർക്ക് പോകേണ്ടുന്ന കാര്യങ്ങളോ അറിയാൻ വയ്യ. അവരെ ഒന്ന് ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ അറിയേണ്ടത് അതാ പറയുന്നത്.
അതിനുള്ള സംവിധാനമാണ് നമ്മുടെ കോളേജിലും. അതുണ്ടോന്നാ ഞാൻ ഈ ചോദിച്ചേ. തീർച്ചയായിട്ടും നമ്മുടെ മാർത്തോമ കോളേജിലെ മെന്ററിംഗ് അതിന്റെ ഒരു ചുമതല. ഈ മാർത്തോമ കോളേജിൽ മെന്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ മെന്ററിംഗ് ഒക്കെ ഹൗ ഫാർ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു അത് പറയാമോ? തീർച്ചയായിട്ടും അധ്യാപകർ ഞങ്ങളെ മെന്ററിങ് ചെയ്യാറുണ്ട്. എന്നാൽ കുറച്ച് മുമ്പ് മിസ് പറഞ്ഞു ക്ലബ് ആക്ടിവിറ്റീസിലൊക്കെ സ്റ്റുഡൻസ് വളരെ ആക്റ്റീവ് ആണെന്ന്. അപ്പം ഇതിനോട് ചേർത്തൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളിപ്പം രാവിലെ ഇവിടെ 9:30 സ്കൂളിൽ വരുന്നു, 3:30 വരെ ഇരുന്ന് പഠിക്കുന്നു. ഇതിന് അപ്പുറമായിട്ടൊരു ലോകത്തെ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഈ അടുത്തിടെ ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിയുന്നത്. അപ്പോഴാണ് ഒരു ടാസ്ക് നമ്മളിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ ചെയ്യാനായിട്ട് കഴിയുമോ, അല്ലെങ്കിൽ ആ ഒരു ആർജവം നമ്മളിലേക്ക് ഉണ്ടാകുന്നത് അപ്പോഴാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈയിടെ ന്യൂസിൽ കണ്ടു ഗൂഗിളിൽ ഒരുപാട് പരിപാടികൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആവിഷ്കരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ സിലിക്കൺ വാലികളിലൊക്കെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് സംരംഭകർ ചെല്ലുമ്പോൾ അവർക്കൊരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രായോഗിക അറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇതിനുള്ളൊരു സാഹചര്യം കോളേജുകളിലുണ്ട്. പക്ഷെങ്കിൽ ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് സ്റ്റുഡൻസിന് പലപ്പോഴും അറിയത്തില്ല. അവിടെയാണ് ഈ മെന്ററിംഗ് എന്ന സംവിധാനം നമ്മൾ കൂടുതൽ അനിവാര്യമായി കണ്ട് അതിന് വേണ്ട രീതിയിൽ അതിനെ കുട്ടികളെ ചാനലൈസ് ചെയ്യേണ്ടത് അവിടെയാണ്. അപ്പൊ ഈ എക്സ്പോഷർ കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള വളർച്ച ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. യെസ്, യു ആർ അബൌട്ട് ടു സേ സംതിങ്. ഫാദർ, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾ വളരെ ഒരു ഐസൊലേറ്റഡ് ലൈഫിലാണ് മുമ്പോട്ട് നയിക്കുന്നത്. പഴയ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് സമഗ്രമായൊരു വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള ആശയങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും അതൊരു നല്ല പങ്ക് വഹിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ജീവിതം തന്നെ ഒരു പഠനമാണ്. എങ്കിലും ഇപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കും വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇപ്പോൾ എന്ത് ട്രെയിനിങ് എനിക്ക് കിട്ടിയാൽ ഒക്കുമെന്നൊന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്വയം ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ സമൂഹവുമായിട്ടുള്ള ഒരു എക്സ്പോഷർ ബന്ധം നമുക്ക് എങ്ങനെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം, എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കാം, നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ പകർന്ന് അവരെ കൂടി എങ്ങനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. Sir, if I may, I would like to go back to the beginning. നമ്മളിവിടെ സംസാരിച്ചത് ഇന്റർവ്യൂസിൽ ഫെയിൽ ആവുന്ന പിള്ളേരെ കുറിച്ച്. So I would like to go back years back, almost a century back, when we were under colonial rule. At those times, Britishers wanted workers for them. So they trained Indians in such a way. They trained Indians only for education purposes, where they could serve as clerks and peons in their offices. After independence, we tried to make changes, but actually nothing happened. Never succeeded. Yeah. We are still on the same platform. We're still continuing and we're generating clerks and peons year after year, day after day. So that is our problem number one. Then I would like to, she told about life itself is a lesson. And so speaking on that, to succeed in life, you have to be a rebel. Following the regular conventions of life, or the quantified regularities of this world, nobody is bound to succeed. You break your... you have to challenge. Challenge everything, Go beyond, swim across the flow of the stream. That's what you have to do to succeed in this world. Then we spoke about... challenge face ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ അക്കാഡമിക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് അത് പോസിബിൾ ആണോ, അതോ അതിനപ്പുറമായിട്ട് നമുക്ക് എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? I would like to ask a question there. For years, we have been talking on the same topic. Is there anything possible to do? For years, people have been doing the same discussion. We have to do this, we have to do that. We could go like in this path and that path. But have we traversed in any of these paths? So that is one question I want to place here. That is a drawback we have been facing. We are ready to talk unendingly, but we are not ready to take a definitive decision. We should not remain silent. It should be spoken out. We should act against it. So that act is what we are missing. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, നമ്മൾ പ്രായോഗിക തലത്തിൽ ഒന്ന് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം, അറ്റംപ്റ്റ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏറ്റവും ചുരുക്കി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. കുറച്ച് ആടുകളുണ്ടായിരുന്നു. ആടുകളെ ഒരു വേലിക്കകത്ത്
സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിലൊരു കുഞ്ഞാട് മാത്രം വേലി പൊളിച്ച് വെടിയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്. ഒരു നിഷ്കളങ്കനായ ബാലൻ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പോൾ ആദ്യം വെളിയിൽ പോയ ആട്ടിൻകുട്ടിയെ ആട്ടിടയൻ രക്ഷിച്ചു. ഈ ഒരു കുട്ടി ചോദിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ആ ആട്ടിടയൻ ആ വേലി അടച്ചു കളഞ്ഞോന്ന്. അതായത് ആ ഗ്യാപ്പ് അവിടെ വന്നത് അയാൾ അടച്ചു കളഞ്ഞോന്ന്. നമ്മൾ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ ചർച്ചകൾ ഒത്തിരി നമുക്ക് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഒത്തിരി സൊല്യൂഷൻസ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് എപ്പോഴും ഒന്നും നടക്കുന്നില്ല. ഒരു പോയിന്റ് മുമ്പേ പറഞ്ഞത് ഓർപ്പിക്കട്ടെ, മാതാപിതാക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അധ്യാപകരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം, എല്ലാവരും ഇപ്പം മാതാപിതാക്കളും അധ്യാപകരും അതിനകത്തൊരു മുൻകൈ എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്താണ്, കുട്ടികളുമായിട്ട് സംസാരിക്കാനുള്ളൊരു താല്പര്യമൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, അധ്യാപകർ ഒരിക്കലും അധ്യാപകരായിട്ട് ഇരുന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിയോട് സംസാരിച്ചാൽ അവർ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഈസി ആവത്തില്ല. എറിക് ബേണിന്റെ തിയറിയൊക്കെ പറയുന്നത്, ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒരു ചൈൽഡ് ഉണ്ട്, ഒരു പേരന്റ് ഉണ്ട്, ഒരു അഡൾട്ട്. ഇങ്ങനെ 3 ഈഗോ സ്റ്റേറ്റുകളാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുള്ളത്. അധ്യാപകൻ ഒരു അഡൾട്ടിന്റെ സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുകയും ഒരു വിദ്യാർത്ഥി ചൈൽഡായിട്ട് അത് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവത്തില്ല. അധ്യാപകൻ അഡൽട്ടിന്റെ സ്റ്റേജിൽ നിന്നല്ല സംസാരിക്കുന്നത്. അഡൽട്ടിന്റെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ചൈൽഡ് അല്ല അത് കേൾക്കുന്നത്. അധ്യാപകൻ പേരന്റിന്റെ ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് വിദ്യാർത്ഥിയുടെ ചൈൽഡ് അത് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഒരു വിദ്യാർത്ഥിയെ അറിഞ്ഞ് ഇറങ്ങി വരാനായിട്ട് അധ്യാപകർ കുറച്ചുകൂടെ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് ഭവനങ്ങളിലെ കാര്യം. വീടുകളിൽ എപ്പോഴും മാതാപിതാക്കള് കുഞ്ഞുങ്ങളോട് ഇപ്പോഴത്തെ കാലത്ത് സംസാരിക്കുന്ന ഒരേ ഒരു കാര്യം, നീ പഠിക്കുന്നില്ലേടാന്ന്. അതല്ലാതെ വേറൊന്നും ശരിക്കും അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്. അതായത് മാതാപിതാക്കള് ഈ പഠന സംബന്ധമായ കാര്യങ്ങളിൽ മാത്രം ഊന്നൽ കൊടുക്കാതെ കുഞ്ഞുങ്ങളുടെ മറ്റ് സർഗശക്തികളെ വളർത്തിക്കൊണ്ടുവരുവാൻ അവരൊരു ഊന്നൽ കൊടുക്കണം, അതിനവർ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്. ഇത് എന്തോ പറയാനായിട്ട് കുറേ നേരം ശ്രമിക്കുകയാണല്ലോ എന്ന് പറഞ്ഞാൽ. അച്ഛാ, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ക്യാമ്പസിലേക്ക് വരുന്നത് 2 കുട്ടികളാണ്. 2 രീതിയിലുള്ള കുട്ടികളാണ്. അത് ഒന്ന് പഠിക്കുവാനായി വേണ്ടി മാത്രം വരുന്ന കുട്ടികളും ഒന്ന് ക്യാമ്പസിൽ ജീവിക്കുവാൻ വേണ്ടി വരുന്ന കുട്ടികളും എന്നാണ്. അപ്പോൾ പഠിക്കുവാൻ വരുന്ന കുട്ടികൾ എന്തായാലും പഠിക്കും, നല്ല റാങ്ക് വാങ്ങും, നല്ല നിലയിലെത്തും. ക്യാമ്പസിൽ ജീവിക്കാൻ വരുന്ന കുട്ടികൾ ക്യാമ്പസിൽ നിന്നും നല്ല ഓർമ്മകൾ വാങ്ങിക്കൊണ്ട് അവർ ക്യാമ്പസിൽ നിന്ന് പോകും, പഠിച്ച് പോകും. എന്നാൽ ഒരുപക്ഷെ അവരെ ജയിക്കുമോ? അത് ഒരുപക്ഷെ പഠിത്തത്തിൽ മോശമായിരിക്കും, എന്നാൽ അവർ അതിനനുസരിച്ച് അവരോട് പോകും. എന്നിട്ട് വീണ്ടും പരിശ്രമിച്ച് അവർ വിജയത്തിലേക്ക് വരും. എങ്കിൽ പോലും ആ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ക്യാമ്പസിൽ നിന്നും നല്ല ഓർമ്മകൾ സമ്മാനിച്ചവർ, നല്ല അനുഭവങ്ങൾ നേടിയെടുത്തവർ മാത്രമായിരിക്കും. തീർച്ചയായും അങ്ങനെ നല്ല ഓർമ്മകൾ നേടിയെടുത്തവർക്കാണ് ഇപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി പറയുന്നത്. ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരിക്കണമെന്നാ. അതെ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഞങ്ങളെ അവിടുന്ന് ഞാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ്, ക്യാമ്പസിൽ എന്ത് സിസ്റ്റമാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഗവൺമെന്റ് ആദ്യം തന്നെ ഒത്തിരി പ്രോഗ്രാമുകൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ ബ്രെയിൻ സ്ട്രെസ് പോലെ തുടങ്ങിയ അനേക കാര്യങ്ങൾ കോകരിക്കുലർ ആക്ടിവിറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുട്ടികൾ എത്രമാത്രം പങ്കെടുക്കും? ഞാനിപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിന് വിളിച്ചത് പറയാം. NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡിൽ പങ്കെടുക്കുന്ന ഒരു വോളണ്ടിയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന 90% പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാനുള്ള ശേഷി അവർക്ക് നിശ്ചയമായിട്ട് അവർക്ക് ഉണ്ടാവും. കാരണം അത് അത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് ആ സംഘടന പറയുന്നത്. ഒരു വ്യക്തിത്വ വികസനമാണ് അതുപോലെയുള്ള ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന്റെ ഒരു സെന്റർ കൂടി ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലേ? അപ്പൊ അതിന് കുട്ടികൾക്കും താല്പര്യം ഉണ്ടാവണം. ഇപ്പം NSS എന്ന് പറയുമ്പോൾ അത് എന്തായാലും, അല്ലെങ്കിൽ NCC എന്ന് പറയുമ്പോൾ എന്തായാലും വെയിലത്ത് നിൽക്കേണ്ട കുറച്ച് കഠിനമുള്ള പരിപാടിയാണ്. അപ്പൊ ഇപ്പം ഞങ്ങളുടെ ഈ കോളേജിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ട് RD ക്യാമ്പിൽ പോയിട്ടുണ്ട്. അപ്പൊ ആ വിളിച്ച് പറയുന്നത് കൊടും തണുപ്പിൽ, ഡൽഹിയിലെ കൊടും തണുപ്പിൽ 4 മണിക്കാണ് അദ്ദേഹത്തെ കൊണ്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഏത് കൊടും തണുപ്പിൽ പോയാലും ഞാൻ രക്ഷപ്പെടും. അത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഈ പറഞ്ഞ സംഘടനകളിൽ നിന്നെല്ലാം. അതായത് ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ആദ്യം തുടങ്ങിയത്. ഒരു ഇന്റർവ്യൂവിന് നിങ്ങളൊരു റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആ റൂമിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ തീരുമാനിക്കും ഈ ആളിനെ സെലക്ട് ചെയ്യണോ വേണ്ടായോ എന്ന്.
അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് എന്താണ്, ഏത് പേഴ്സണാലിറ്റിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ പേഴ്സണാലിറ്റി അവർ അസസ് ചെയ്യും. ആ അസസ്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അല്ല കുറേ പഠിച്ചുകൊണ്ട് പോയി ഉത്തരം പറയുന്നതിലല്ല ഇൻ്റർവ്യൂവിന് പലപ്പോഴും ജയിക്കുന്നത്. അപ്പോൾ ക്യാമ്പസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ശില്പിയായിട്ട് മാറണം എന്നുള്ളതാണ് പറയും. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ വളർച്ചയ്ക്ക്, ആകമാനമുള്ള വളർച്ചയ്ക്ക് ഈ ക്യാമ്പസ് ലൈഫ് നമ്മളെ സഹായിക്കണം. അപ്പോൾ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു വളർച്ചയുടെ കേന്ദ്രമായി മാറണം എന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വലി നമ്മൾ വളരണം, ഇമോഷണലി നമ്മൾ വളരണം, ഫിസിക്കലി നമ്മൾ വളരണം, സ്പിരിച്വലി നമ്മൾ വളരണം. അപ്പോൾ ഈ മേഖലകളെല്ലാം ഒരുമിച്ച് വളർന്നെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതായിരിക്കണം നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ ഈ ഇവിടെയുള്ള പ്രവർത്തന മുഖാന്തരം നമുക്ക് ഉണ്ടാകേണ്ടത്. അക്കാഡമിക് ഏരിയയിലൂടെ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ഏരിയ ഒക്കെ കുറേയൊക്കെ വളർന്നു എന്ന് വരാം. എന്നാൽ ബൗദ്ധികമായിട്ട് നിങ്ങൾക്ക് വളരാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ ബുദ്ധി വളരണം എന്നു ചെയ്യണം. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഗോ ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. The more questions you ask, the more exercise you give to your brain. എത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നോ ആ ചോദ്യങ്ങളാണ് നിങ്ങളുടെ തലച്ചോറിനെ വളർത്തുന്ന ഒരു പ്രധാന ഘടകം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അധ്യാപകർ നിങ്ങൾ അവരെ പ്രേരിപ്പിക്കാറുണ്ടോ? ക്വസ്റ്റ്യനിങ് മൈൻഡ് അവരിൽ ഉണ്ടാക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സാർ എന്നാ പറയുന്നു? ഒരു ചോദ്യത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് അവരിൽ ഡെവലപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ പരമ്പരാഗത ഗുരുസങ്കല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാപ്സ്യൂൾ പരുവത്തിൽ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉത്തരങ്ങൾ ശിഷ്യ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു രീതി അവർക്കില്ലായിരുന്നു പരമ്പരാഗത സമൂഹത്തിൽ. മുന്നിൽ വന്ന് ഒരു ചോദ്യം ശിഷ്യൻ ചോദിക്കുമ്പോൾ 100 ഉപചോദ്യങ്ങളുമായിട്ടാണ് തിരിച്ച് ശിഷ്യനെ നേരിടുന്നത്. അവസാനം ഒരു അന്വേഷണ പരതയിൽ നിന്ന് ഉത്തരങ്ങളിലേക്ക് എത്തുന്ന ഒരു സാമ്പ്രദായിക രീതി അത് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു ഉത്തരത്തിൻ്റെ പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനെക്കാട്ടിൽ നിങ്ങളൊരു 10ഓ 20ഓ ചോദ്യങ്ങളുടെ പുറകെ അലയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷമായിട്ടുള്ള വികസനം നിങ്ങളുടെ പ്രേരണ വിദ്യാർത്ഥികൾ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു മൈൻഡ് ഉണ്ടാകണം. എത്രയും ചോദ്യങ്ങൾ ചോദിക്കണം. പഠിക്കുന്ന വിഷയത്തോടെ മാത്രമല്ല, ജീവിതഗന്ധിയായ ചോദ്യങ്ങൾ ചോദിക്കണം. ജീവിതത്തിന്റെ ചോദ്യങ്ങൾ ക്ലാസ് തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കും. ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് നമ്മൾ ഒത്തിരി സഹായിക്കുന്ന അസൈൻമെന്റ്സും സെമിനാറുമാണ്. അപ്പം അത് തരുന്നത് വളരെ പ്രയോജനമാണ്. നമ്മൾക്കൊരു ചോദ്യം ഇട്ട് തരികയാണ് ടീച്ചർ, അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. അപ്പം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യും. അപ്പൊ ക്യാമ്പസുകളിൽ കിട്ടുന്ന സെമിനാർ അസൈൻമെന്റ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അത് വേണം ഒരു വശം. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളർത്തും. 2, നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വളർത്തും. അങ്ങനെ പല അസൈൻമെന്റിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മറ്റൊരു തലത്തിലുള്ളത്. പക്ഷെ ഫാദർ, നമ്മളിപ്പോ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ 3 വയസ്സുള്ള ഒരു കുട്ടി ഒരു 10,000 ചോദ്യം ഒരു ദിവസം ചോദിക്കും. പക്ഷെ അത് ഇപ്പം എന്നോടൊരു കുഞ്ഞു വന്ന് ചോദിക്കുക, ചേച്ചി ഇതെന്തുവാ, ചേച്ചി ഇതിന്റെ കാരണം എന്താ, ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ നമ്മൾ കാലക്രമത്തിൽ അവർക്ക് ആ ചോദ്യം ഉന്നയിക്കാനുള്ള അവരുടെ കഴിവിനെ നശിപ്പിക്കുകയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അതായത് ചോദ്യം ചോദിക്കുന്നവരെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ഒരാള് ഒരു പ്രമുഖ വ്യക്തിക്കെതിരെ ഒരാൾ ഒരു ചോദ്യം ഉന്നയിച്ചാൽ അയാൾ അഹങ്കാരിയായി, അധിക പ്രസംഗിയായി. ചോദ്യങ്ങൾ ചോദിക്കണം, ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ പഠിക്കുകയാണെന്ന് വരികിൽ ഇവിടെ പലരും പറഞ്ഞു, ഞാൻ കുറച്ച് പ്രൊമോട്ട് പോവാണ്. പലരും പറഞ്ഞു, അതായത് ഈ പാരന്റ്സ് എല്ലാം മക്കളെ എല്ലാവരും ഒരു ഐസൊലേറ്റഡ് കേജിലോ ആണ് വളർത്തുന്നത്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണോ പറഞ്ഞു. കാരണം ഒരാള് മാതാവോ പിതാവോ അയാൾ അറിയത്തുള്ളൂ. അവർക്ക് ഒരു കടമയുണ്ട് അവരുടെ കുട്ടിയെ നല്ല രീതിയിൽ നോക്കണമെന്നത്. അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അവർ വളരെ ഒരു കേജിൽ വളർത്തല്ലേ എന്നുള്ള ഒരു പട്ടം പറത്തിയാലും അതിൻ്റെ ഒരു ചരട് അറ്റം നമ്മുടെ കയ്യിൽ ഇരിക്കണം. നാളെ ഇപ്പം ഞാനോ ഇവിടെ ഇരിക്കുന്ന പലരും തോന്നിയ ദിവസം നടക്കുവാണെങ്കിൽ ഈ സൊസൈറ്റി തന്നെ പറയും അതിൻ്റെ വളർത്തുദോഷം എന്ന് പറയും. ഇപ്പം എന്നെ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് ഞാൻ പിന്നെ റേസ് ചെയ്യുന്നത്. അവരുടെ കടമയാണ് അവരുടെ ഒരു
തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളുമായിട്ട് നിർവഹിക്കണം. ആ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അവരെ വിട്ടുകൊടുക്കുന്നതും അവരുടെ ഒരു ഉത്തരവാദിത്വം. കുഞ്ഞെ നീ നടക്കരുത്, വീഴും എന്ന് 2 വയസ്സുള്ളൊരു കൊച്ചിനോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കൊച്ചു എന്തെങ്കിലും നടക്കാൻ പഠിക്കുമോ? ഇല്ല. അപ്പോൾ ഈ കുഞ്ഞിനെ നടക്കാനായിട്ടുള്ള ഈ മാതാപിതാക്കള് അനുവദിക്കണം. എപ്പോഴും കയ്യെ പിടിച്ചോണ്ട് നടക്കരുത്. ആ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് മുമ്പേ പറഞ്ഞത്. അപ്പം നിങ്ങൾ വളരെ സജീവമായിട്ട് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തു. അതായത് നമ്മുടെ ക്യാമ്പസ് ലൈഫ് കൊണ്ട് എങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറാം. അക്കാഡമിക് പെർഫോമൻസിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ എങ്ങനെ വിജയിയായിട്ട് തീരാം, അതിന് ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഭവനത്തിൽ നിന്ന് എന്ത് പഠിക്കണം, ക്യാമ്പസിൽ നിന്ന് എന്ത് പഠിക്കണം, എപ്പോൾ യേസ് പറയണം, എപ്പോൾ നോ പറയണം, നല്ല സൗഹൃദത്തിൻ്റെ ആവശ്യം എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തു. പ്രായോഗിക ജീവിതത്തെ വിജയകരമായിട്ട് എങ്ങനെ നേരിടാം എന്ന് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ചർച്ചകൾ നമ്മുടെ വിജയകരമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇന്നത്തെ ചർച്ചയിൽ എങ്ങനെ നമ്മുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെ നമ്മളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇപ്പം സന്തോഷമാണേലും ദുഃഖമാണേലും എങ്ങനെ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, അതാണ്. മാതാപിതാക്കളും ജോലി കാരണം അവർക്ക് സമയം കിട്ടുന്നില്ല. സത്യത്തിൽ എൻ്റെ വീട്ടിലാണ് മൂത്ത കുട്ടി വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ കേൾക്കാൻ, നീ പൊക്കോളാൻ. കുടുംബത്തിന്റെ അന്തരീക്ഷം ആദ്യം തന്നെ കുടുംബത്തിലെ അപ്പനും അമ്മയും തമ്മിൽ നല്ലൊരു ധാരണയിലായിരിക്കണം. അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികളും നല്ല അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ വളർന്നു വരത്തുള്ളൂ. ഒരു ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ് ഒരിക്കലും മാതാപിതാക്കൾ ചിന്തിക്കാറില്ല. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.